ഷഫീദെ, തുടക്കം മുതൽ ഈ ഒരു കേസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഷഫീദ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ അസാധാരണ പവറുള്ള ഒരു വ്യക്തിയായി വളർത്തി ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പല കാര്യങ്ങളിലും പെടുത്തിയതിനു പിന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കിയതിനു പിന്നിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട്, അതിൽ ഉന്നതർ അറസ്റ്റിലാകും എന്നൊക്കെയുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഒരു നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണല്ലോ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി തെളിവുകൾ ഉണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. ഒപ്പം തന്നെ ഇതൊരു ഗൂഢാലോചനയാണെന്ന് തെളിയിക്കേണ്ടതിൻ്റെതായിട്ടൊരു ബാധ്യതയും ഈ SITക്ക് ഉണ്ടല്ലോ. ഇനി ക്രിസ്ത്യനാഥ, ഈ കടന്നുപോകുന്ന നിമിഷം ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം, ഇതുവരെ ഉദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥതല ഗൂഢാലോചനയിലേക്കൊക്കെ അന്വേഷണം ചുരുങ്ങിയിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്രത്തോളം ഗൂഢാലോചന നടന്നു, ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്നൊക്കെയുള്ള കാര്യത്തിൽ SITക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ കോൺഫിഡൻസോടുകൂടിയ SITയുടെ അറസ്റ്റ് നമുക്ക് വ്യാഖ്യാനിക്കാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി എ പത്മകുമാറിനെ കേന്ദ്രീകരിച്ചായിരുന്നു SITയുടെ അന്വേഷണം. അതിനു മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന N വാസു വരെയുള്ളവരുടെ അറസ്റ്റിൽ, അതിനുശേഷം അവർ നൽകിയ ചോദ്യം ചെയ്യലിലെ മൊഴിയിൽ ഒക്കെ എ പത്മകുമാറിന്റെ വിവരങ്ങൾ, അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന ബോധ്യങ്ങൾ, അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കി. കൂടാതെ ഇന്ന് എ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസുകൾ, ഏറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ അത് എ പത്മകുമാറാണെന്ന് സംശയിക്കുന്നു. രണ്ടാമത്തേത്, ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയത് അത് എ പത്മകുമാറാണ്. മൂന്നാമത്തേത്, എ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി ഗൂഢാലോചന നടന്നു. നാലാമത്തേതാകട്ടെ ഏറ്റവും സുപ്രധാനം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എ പത്മകുമാർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എ പത്മകുമാറിന്റെ വൈദ്യപരിശോധനയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ പരിഭവമില്ല, മറിച്ച് മാധ്യമങ്ങളെ നോക്കി, ക്യാമറകളെ നോക്കി ചിരിക്കുന്ന എ പത്മകുമാറിനെ നമുക്ക് കാണാം. പക്ഷെ അപ്പോഴും ഇതിൽ ഏറ്റവും നിർണായകമായി മാറുക എ പത്മകുമാറിനപ്പുറം മറ്റേത് മുഖം, മറ്റേത് തല ഈ വിഷയത്തിൽ ഉരുളും എന്നുള്ളതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നെഞ്ചിരിപ്പുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് SIT കടന്നിരിക്കുന്നു. SITയെ സംബന്ധിച്ച് അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഇന്ന് രാവിലെ 10:20 പോലീസ് ആസ്ഥാനത്തേക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയതാണ് എ പത്മകുമാറിനെ. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ഹാജരായിരുന്നില്ലെങ്കിൽ എ പത്മകുമാറിനെ 12 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നേനെ. അങ്ങനെയുള്ള ഡ്രാമകൾക്ക് വഴിവെച്ചില്ല. പകരം എ പത്മകുമാർ 10:20 പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നു. പോലീസ് ആസ്ഥാനത്തെത്തിയ ശേഷം 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. വൈദ്യപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നു. ഇനി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും. ഏതായാലും ഈ വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന് പങ്കുണ്ട്, അറിവുണ്ട്, ബോധ്യമുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തി എന്നുള്ളതാണ് നമുക്ക് ഈ മിനിറ്റിൽ അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അത് ഈ ഭാഗത്ത് നടക്കുന്നു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എ പത്മകുമാറിനെ ഇന്ന് തന്നെ എത്തിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതിനുശേഷമായിരിക്കും കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ളതും ഏറ്റവും നിർണായകം. 2019 ശബരിമല സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇളക്കി നൽകുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണ്. SITയുടെ ബോധ്യമനുസരിച്ച് എ പത്മകുമാർ ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുണ്ടായിരുന്ന എ പത്മകുമാറിനാണ് എന്ന തരത്തിലേക്കുള്ള ചില സൂചനകൾ, ചില വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അവർ ക്രോസ് ചെക്ക് ചെയ്യും. ഏതായാലും 2019 ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ഒരു വസ്തുവക കൊള്ളയടിക്കാൻ കൂട്ടുനിന്നതിൽ എ പത്മകുമാറിന് ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചാണ് ഈ അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ആ അറസ്റ്റ് അതിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള കാര്യം. അല്പസമയത്തിനുള്ളിൽ ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അന്വേഷണ സംഘം എ പത്മകുമാറുമായി ജനറൽ ആശുപത്രിയിൽ നിന്നും മടങ്ങും. ശേഷം പോകുന്നത് കൊല്ലം കോടതിയിലേക്കായിരിക്കും. കൊല്ലം കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, തുടർ നീക്കങ്ങൾ നടക്കുക. ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് വിടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും SIT ഒരു തീരുമാനമെടുക്കുക. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.